പ്രകാശ് വൈദ്യശാലയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് മർമ്മ സംബന്ധമായ രോഗങ്ങൾക്കും മുടികൾ തഴിച്ചു വളരുവാനുള്ള താരൻ, അതുപോലുള്ള മുടി കൊഴിച്ചിൽ, അതുപോലെ മർമ്മ സംബന്ധമായിട്ട് നിങ്ങൾക്ക് തലനീരിറങ്ങിയിട്ട് സർവിക്കൽ സ്പോണ്ടിലൈറ്റിസ് ഇതുപോലുള്ള അസുഖങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു മെഡിസിൻ തയ്യാറാക്കുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് എന്തൊക്കെ സാധനങ്ങൾ ആവശ്യമുണ്ട്. ഫസ്റ്റ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് മുയൽ ചെവിയാണ്. ഈ മുയൽ ചെവി നമ്മുടെ പാടത്തൊക്കെ ഉണ്ടാവും, മുയൽ ചെവി ഉണ്ടാവും. അത് കഴിഞ്ഞ് നമ്മൾ രണ്ടാമത് എടുത്തിരിക്കുന്നത് കരിനൊച്ചി ഇലയാണ്. കരിനൊച്ചി നീല കളറുണ്ട്, വെള്ളയുണ്ട്. പിന്നെ 3 തരം കരിനൊച്ചികളുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് അത്യാവശ്യമായത് നീല കരിനൊച്ചിയാണ്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് പൂവാങ്കുരുന്നലാണ്. ഈ പൂവാങ്കുരുന്നലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മർമ്മ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്കും ഇനി ഉറക്കക്കുറവുള്ള ആൾക്കാർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഉറക്കം കിട്ടാനും തല തണക്കാനൊക്കെ ആയിട്ട് നല്ലതാണ്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് തൈവേള എന്ന് പറയും, അതായത് പട്ടിവേള അല്ലെങ്കിൽ തൈവേള എന്ന് പറയും. റോഡരിവുകളൊക്കെ ഇത് ഇഷ്ടമാതിരി കാണാം. ഇത് സർവിക്കൽ സ്പോണ്ടിലൈറ്റിസ്, തലനീരിറക്കം എല്ലാത്തിനും ഉപയോഗിക്കുന്ന ഒരു അപൂർവമായിട്ടുള്ളൊരു മരുന്നാണ്. ഇത് ആരും വളരെ വിരളമായിട്ടാണ് ചേർക്കാറുള്ളത്, കാരണം അറിവില്ലാത്തതുകൊണ്ടാണ് ചേർക്കാത്തത്. ഇത് നമുക്ക് തൈലത്തിൽ ഉപയോഗിക്കണമെങ്കിൽ അനേകം ഗുണങ്ങളുണ്ട്. എല്ലി സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, വാദസംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക്, എല്ലാ രോഗങ്ങളും ഉള്ളവർക്കും ഇത് വെക്കാം. തലനീരിറക്കമൊന്നും ഉണ്ടാവില്ല. ഇതിപ്പോൾ പിത്ത സംബന്ധമായിട്ടും വാദസംബന്ധമായിട്ടുള്ള രോഗങ്ങളുള്ളവർക്ക് വെക്കാം. പിന്നെ ഇത് നമ്മൾ എടുത്തിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലൊഡിയൻ എന്ന് പറയും. എല്ലൊഡിയൻ എന്ന് പറഞ്ഞാൽ 3-5 വിഭാഗമുണ്ട്. ഇത് മർമ്മ സംബന്ധമായിട്ട് പഴയ കാലത്ത് ഉപയോഗിക്കുന്ന ഒരു ഇതാണ് എല്ലൊഡിയൻ. പടർന്ന് പിടിക്കുന്നത് ചെങ്കല്ല് പ്രദേശങ്ങളിലാണ് ഇത് കൂടുതലായിട്ടുണ്ടാണ്. ഇതിന്റെ എല്ലാം ഇങ്ങനെ അടത്തിയെടുത്തിട്ട് പണ്ട് കാലത്ത് ഇങ്ങനെ മുറി കൂട്ടുന്ന ഒരു ചികിത്സ ഇങ്ങനെ കൂട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇല ഇങ്ങനെ കൂടി വരും എന്നാണ് പണ്ട് കാലത്തൊക്കെ പറയണത്. ആ ഇല ഇങ്ങനെ തൂങ്ങി ഇങ്ങനെ കിടക്കും. അങ്ങനെ കൂട്ടാൻ പറ്റുന്ന ഒരു ഇതാണിത്. അപ്പം അത് വളരെ രഹസ്യമായിട്ടുള്ളൊരു മുറയിലുള്ള ഒരു മരുന്നാണ്. പിന്നെ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ആവണക്കെണ്ണ. ആവണക്ക് കണ്ടോ, ആവണക്കിന്റെ കിളിന്തലകളാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്, ആവണക്ക്. അപ്പം ഇതെന്തിനാണ് ഉപയോഗിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മുടി വളരാനും ഒക്കെ സഹായിക്കുന്ന ഒരു സാധനമാണ് ആവണക്ക്. മുടി നല്ല രീതിയിൽ വളരാനായിട്ട് സഹായിക്കും. ആവണക്കെണ്ണ മുടി വളരാനൊക്കെ ആയിട്ട് പഴയ കാലം മുതലേ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അപ്പൊ ആവണക്കെണ്ണനേക്കാളും നല്ലത് ആവണക്കിന്റെ ഇലയാണ് നല്ലത് കേട്ടോ. അപ്പൊ പ്രത്യേകമായിട്ട് ആവണക്കില ഉപയോഗിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ നീലുമ്മം നമ്മൾ ഉപയോഗിക്കുമ്പോൾ എല്ലാ നാട്ടിൻ പ്രദേശത്തും ഉണ്ടാവുന്നതാണ് നീലുമ്മം. വെള്ളയുണ്ട്, നീലയുണ്ട്. നമുക്ക് വേണ്ടത് നീലയാണ്. ഈ നീലുമ്മം നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇത് പൂത്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഗുണം കൂടുന്നത്. ഇതിന്റെ ഇല, ഇതിൽ പൂവുണ്ടാവും, അത് പൂത്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഇല നമ്മൾ പറിക്കേണ്ടത്. ഇത് ഭയങ്കരമായിട്ട് ഗുണമുള്ള സാധനമാണ്. പിന്നെ നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് കുരുമുളകുണ്ട്, ചുക്ക്, പിന്നെ കയ്യുണ്യം പാക്കറ്റാണ്, കയ്യുണ്ണിയുണ്ട്, ബ്രഹ്മിയുണ്ട്, പിന്നെ ത്രിഫല ചൂർണ്ണമുണ്ട്. പിന്നെ ത്രിഫല ചൂർണ്ണം കണ്ടില്ലേ നിങ്ങൾ, ത്രിഫല ചൂർണ്ണമുണ്ട്. അപ്പോൾ നീലാമരി ഉണ്ട്, അങ്ങനെ 3 പാക്കറ്റുള്ള നീലാമരി ഉണ്ട്. പിന്നെ ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ, ചക്കിലാട്ടി വെളിച്ചെണ്ണയിലാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇലവർഗ്ഗങ്ങളുടെ നീരുകളെല്ലാം പിഴിഞ്ഞെടുത്തതിന് ശേഷം ഇത് ഫസ്റ്റ് ഒരു തേങ്ങാപ്പാലിൽ, തലപ്പാലിൽ 1-2 തേങ്ങയുടെ തലപ്പാലിലേക്ക് ഈ നീര് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് ഒരു ദിവസം കലക്കി വെക്കാം. നിങ്ങൾ രാത്രി കലക്കി വെച്ചതിന് ശേഷം ഈ പൊടികളും എല്ലാം ചേർത്ത് കലക്കി വെച്ച് ആ കുരുമുളക് പൊടിയും ചുക്കും കൂടിയും അതിൽ പൊടിച്ചിട്ട് എല്ലാം ഇത് പൊടിച്ച് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ഒരു ദിവസം ഫുള്ളായിട്ട് ഇരുന്നതിന് ശേഷം അതിരാവിലെ സൂര്യോദയത്തിന് മുമ്പ് എടുത്തിട്ട് നിങ്ങളിത് തൈലം കാച്ചിടുക. തൈലം കാച്ചിയെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അമിതമായിട്ടുള്ള അലർജി ഉള്ള ആൾക്കാർ, ആസ്മ, തുമ്മല്, അലർജി, മുടി കൊഴിച്ചിൽ, താരൻ, എല്ലാത്തിനും നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. നിങ്ങളിത് ഫോളോ ചെയ്യുക. നിങ്ങൾ നല്ല രീതിയിലേക്ക് ഇത് ഉപയോഗിക്കുക. അതുപോലെ തന്നെ വാദസംബന്ധമായിട്ടുള്ള, കുരക്ക് സംബന്ധമായിട്ടുള്ള കൈവേദന, കാലുവേദനകൾക്കൊക്കെ തന്നെയും ഈ തൈലം ശിരസിൽ വെച്ച് തന്നെ കുളിച്ചാൽ തന്നെ മാറിക്കിട്ടും. പിന്നെ ഉറക്കമില്ലാത്ത ആൾക്കാർക്ക് നല്ല രീതിയിൽ ഉറങ്ങാനും സാധിക്കും. അപ്പൊ ഇതിന് വേണ്ടത് വെളിച്ചെണ്ണയുടെ കൂട്ടത്തിൽ, ഇനി ഉറക്കക്കുറവുള്ള ആൾക്കാർക്കാണെങ്കിൽ ഇനി വെളിച്ചെണ്ണയുടെ കൂട്ടത്തിൽ നറുനെയ്യ് അല്പം ചേർക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഉറക്കം കിട്ടും. ഇനി നറുനെയ്യ് ചേർത്തില്ലെങ്കിൽ എള്ളെണ്ണ ചേർത്താലും മതി. പക്ഷെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണ മാത്രമാണ്. വെളിച്ചെണ്ണയിലാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. പക്ഷെ അതിൽ ഇത്ര അല്പം പൂവാങ്കുരുന്നൽ കൂടുതൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഉറക്കം കിട്ടും.